ഹേ ഗൈസ്, അപ്പം ഞാൻ ഇന്നൊരു പുതിയ മേക്ക് ഓവർ ഒരു സാധനത്തിന് കൊടുക്കാൻ പോകാം കേട്ടോ. ഒരു മെറ്റീരിയലിന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ആണ് ഓർത്തത്, ഇങ്ങനെ രണ്ട് മുണ്ടുണ്ടായിരുന്നല്ലോ ചെയ്യാനായിട്ട്, ടോപ്പോ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. കുറച്ച് കാലമായി അതവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കൊഴിവുള്ള സമയത്താണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഷോപ്പിൽ തിരക്ക് ആണെങ്കിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം രണ്ട് കളറുണ്ട്, ഒരു ബ്ലാക്കും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ അത് മുണ്ട് ഒരു ഓപ്പൺ അല്ലാത്ത ടൈപ്പ് ഒരു മുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സ്റ്റിച്ചൊക്കെ വിരിയിച്ച് രണ്ടും ഓപ്പൺ ആക്കിയെടുത്തു. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡർ പോലുള്ളൊരു പാറ്റേൺ ആട്ടോ വരുന്നത്. ബാക്കിയൊക്കെ ഒരു ടൈപ്പ് ചെക്ക്, അതിൻ്റെ ഒരു ചെറിയൊരു ബോർഡർ വേറെ രീതിക്കുള്ളൊരു ചെക്കാട്ടോ വരുന്നത്. അപ്പോൾ ഞാനത് ആ പീസും കണ്ടോ, രണ്ടും നടുക്കൊരു ബോർഡറും ബാക്കി രണ്ട് വശവും ഒരേ പാറ്റേണും അങ്ങനെ ആട്ടോ. അത് മുണ്ടായതുകൊണ്ട് അങ്ങനെ കര ഫ്രണ്ടിൽ വരുമല്ലോ, അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് ആ ബോർഡർ വെട്ടി സെപ്പറേറ്റ് ആക്കി, എന്നിട്ട് 3 പീസാക്കി ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാനൊരു എ-ലൈൻ ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്യാപ് സ്ലീവൊക്കെ കൊടുത്ത് കോളറൊക്കെ വെച്ച് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കോളറിലേക്ക് ഞാൻ ആ പീസ് യൂസ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ബാക്കി 2 പീസും ഞാൻ ബാക്കും ഫ്രണ്ടും ആയിട്ട് എ-ലൈൻ പോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ലൈനിങ് വിത്തൗട്ട് ലൈനിങ്ങിലാട്ടോ കൊടുത്തത്. മുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി കോളറുള്ള ടൈപ്പ് കുർത്താസും എ-ലൈൻ ടോപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. വേറൊരു ലുക്കാണ് നമ്മൾ കോളറുള്ളതൊക്കെ ഇടുമ്പോൾ. അപ്പം ഇതൊരു ഷോ കോളറാണ് ഞാൻ ചെയ്തത്. ക്യാപ് സ്ലീവ് കുഞ്ഞ് സ്ലീവാണ് കൊടുത്തത്. ക്യാപ്പല്ല, വേറൊരു ക്യാപ്പിൻ്റെ ടൈപ്പിൽ വരുന്ന സ്ലീവാട്ടോ കൊടുത്തേക്കുന്നത്. തുണീൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ആണ് ഞാൻ സ്ലീവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത്. അപ്പം എ-ലൈൻ മുട്ടിൻ്റെ കുറച്ച് താഴെ ആ ഒരു ലെങ്ത്തിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം ഒരെണ്ണം ഇതാണ്, വേറൊരെണ്ണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. രണ്ടും സെയിം മോഡലിലാണ് ഞാൻ ചെയ്തത്. കളർ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ സെയിം മോഡലാണ് ചെയ്തത്. അപ്പോൾ ബൈ ഡിയേഴ്സ്, അടുത്ത വീഡിയോയിലേക്കും താങ്ക് യു.